യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ജനങ്ങളെ, തഖൂ റബ്ബക്കും, ജീവിത തിരക്കുകൾ എന്തുമാവട്ടെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച ഒരു രക്ഷിതാവിനെ സൂക്ഷിച്ചു. അവനെ ജീവിതത്തിൽ മറന്നുപോകരുത്, അവനെ വിസ്മരിച്ചു കളയരുത്. രണ്ടാമത്തേത് നിങ്ങൾ ഓർക്കേണ്ടത് വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. മക്കളെ കൊണ്ട് പിതാവിനോ പിതാവിനെ കൊണ്ട് മക്കൾക്കോ പ്രയോജനം ലഭിക്കാത്ത, സ്വന്തമായി തീരുന്ന, തനിക്കു താൻ മാത്രമായി തീരുന്ന ഒരു ദിവസത്തെയും മറക്കരുതേ, രക്ഷിതാവിനെയും മറക്കരുതേ. പക്ഷേ ഈ ശക്തമായ വികാര വിചാരങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്കും ലക്ഷ്യബോധത്തിനും തിരിക്കാൻ രണ്ടു ഘടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. ഇഹലോകത്തെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും തന്ന് ശരീരത്തിന്റെ നൂറുകണക്കിന് ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തിന്റെ ദുഃഖ സന്തോഷങ്ങൾക്ക് നിമിത്തമായി നിൽക്കുന്ന റബ്ബിനെ മറന്നു പോകരുതേ. നിസ്സഹായമായ ഒരു ദിവസത്തെ മറന്നു പോകരുതേ. പക്ഷേ മറപ്പിച്ചു കളയും നിങ്ങളെ, ഇഹലോക ജീവിതം മറപ്പിച്ചു കളയും നിങ്ങളെ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. പണി തീരാത്ത വീടും, പണം കിട്ടുന്നതെല്ലാം ചെലവഴിച്ചാലും പണി അവസാനിക്കാത്ത വീടും, ബന്ധുക്കളും കുടുംബങ്ങളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെ ഈ ചിന്തകളിൽ നിന്ന് വഴിതെറ്റിച്ചു വിടും, വഞ്ചിച്ചു കളയും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മഹാവഞ്ചകനായ പിശാച് ഓരോ നിമിഷവും ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ചതിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, മനസ്സിലാകാൻ സമയമെടുത്താൽ മരണത്തിന് മുമ്പ് ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മരണത്തിന് മുമ്പ് ബോധ്യപ്പെടാതെ പോയാൽ ഖേദിച്ചു പോകും. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും, ഖുർആൻ സത്യമാണെങ്കിലും, പരലോകം യാഥാർത്ഥ്യമാണെങ്കിലും, അതിന്റെ തെളിവുകൾ പകല് പോലെ വ്യക്തമാണെങ്കിലും, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. ഈ ക്ഷണികമായി കടന്നു പോകുന്ന ദുനിയാവിനെയാണ് നിങ്ങൾക്കിഷ്ടം. നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ഓട്ടങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആലോചനകളും എല്ലാം കാണിക്കുന്നത് ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. വത്തദറൂനൽ ആഖിറ. സഹോദരങ്ങളെ, ഈ ചോദ്യം മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മൾ. ഇന്നെങ്ങാനും കണ്ണു ചിമ്മി ഞാനും നിങ്ങളും മരിച്ചാൽ ഹൃദയമറിയുന്ന റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കാനാകുമോ, റബ്ബേ, നീ എനിക്കു തന്ന പണത്തിൽ നിന്റെ ദീനിനാണു ഞാൻ പ്രാധാന്യം നൽകിയത്. വേദനിക്കുന്ന തുക ഞാൻ ഒന്നിച്ചു പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതു നിന്റെ മതത്തിനു വേണ്ടിയാണ്. കടത്തിന്റെ ടെൻഷനാ ഞാനേറെ അനുഭവിച്ചിട്ടുണ്ട്, അതിൽ ചിലതെല്ലാം നിന്റെ ദീനിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താനാകുമോ? പലരെക്കുറിച്ചും ഞാൻ ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് നിന്റെ ദീനിനു വേണ്ടിയായിരുന്നു എന്ന് പറയാനാകുമോ? വത്തദറൂനൽ ആഖിറ. പരലോകത്തെ അവർ ഉപേക്ഷിച്ചു കളയുകയും ചെയ്യുന്നു. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? ചിരിയും സന്തോഷങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും മരണത്തോടെ തീരുമെന്നവർ വിചാരിച്ചു. സഹോദരങ്ങളെ, വിശ്വസിച്ചോ, ഈ കണ്ണുകൾക്കിപ്പോൾ കാഴ്ചയ്ക്കു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത കാഴ്ചകൾ നൽകി ഇതിനേക്കാളും ശക്തമേറിയ മൂർച്ചയേറിയ കാഴ്ചകൾ തന്ന് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നു പുതിയൊരു ലോകത്തെ. വലഖദ് കശഫ്നാ അൻക ഗിത്താഅക ഫബസറുകൽ യൗമ ഹദീദ്. നിന്റെ കണ്ണിന്റെ കവചങ്ങളെ നീക്കിയിരിക്കുന്നു ഇപ്പോൾ, നിന്റെ കണ്ണുകൾക്ക് മൂർച്ച പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ. സഹോദരങ്ങളെ, ഇവിടെ കാണാൻ ഈ കണ്ണു മതി, ഇവിടത്തേതല്ലാത്ത കാഴ്ച കാണാനിരിക്കുന്നു മരണത്തിനപ്പുറത്ത്. ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ലോകം, ഇതുവരെ കണ്ണു കാണാത്ത കാഴ്ചകൾ കാണുന്ന ലോകം, ഇതുവരെ മനസ്സുകൾ വിഭാവന ചെയ്യാത്ത ഭാവനകൾ വിടരുന്ന ലോകം,
അതേതാണ് ലോകം? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, കഴിഞ്ഞ യുഗങ്ങളിൽ മനസ്സിലായിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല. നാളെ സ്വർഗത്തിൽ അല്ലാഹു എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം. ഒരു മനസ്സും ഭാവനയിൽ കാണാത്തത് കാണുന്ന സ്വർഗം. ചിരികൾ അടങ്ങുമോ മരണത്തോടുകൂടെ? ഇല്ല സഹോദരങ്ങളെ, ചിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ലാഹികത്തും മുസ്തബ്ശിറ, ലാഹികത്തും മുസ്തബ്ശിറ, സന്തോഷിച്ചാഹ്ലാദിച്ചു ചിരിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ. കരയുമവിടെ, പൊട്ടിക്കരയുമവിടെ. വലിയ രോദനങ്ങൾ. സമിഊലക ശകീകം വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈള് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആർത്തട്ടഹസിക്കുന്ന അലയിലുകൾ ഉയരും നരകത്തിൽ നിന്ന്. കരച്ചിലുകൾ മരണത്തോടെ തീരില്ല, ചിരികളും മരണത്തോടെ അടങ്ങില്ല. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വുജൂഹുൻ യൗമഇദിൻ നാദിറ. ബാക്കി കേട്ടോ, പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ, പ്രകാശിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ, പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ. ഇലാ റബ്ബിക നാദിറ, വർഷങ്ങളോളം കാത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ റബ്ബിനെ കണ്ടുകൊണ്ട് സന്തോഷ നിർവൃതി അണിയുന്ന കാഴ്ച സുഹൃത്തെ മരണത്തിനപ്പുറത്താണുള്ളത്. ഇപ്പുറത്തെ സ്വപ്നങ്ങളിൽ നിന്നും ഒരല്പസമയം മനസ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. വവുജൂഹുൻ യൗമഇദിൻ ബസിറ, ചില മുഖങ്ങളുണ്ടവിടെ ചുളിഞ്ഞിരിക്കും. അത് സാധാരണ ചുളിച്ചിലല്ല. തളുന്നു അൻ യുഫ്അല ബികാ ഫാഖിറ, ഏതോ വലിയൊരു ദുരന്ത ഭൂമിയിൽ വിപത്തു കാത്തു പേടിച്ചു നിൽക്കുന്നവന്റെ മുഖം എത്ര ഭയാനകമാണോ അതുപോലെയുണ്ട് ചില മുഖങ്ങൾ അവിടെ. അനുഭവങ്ങൾ പരലോകത്തുണ്ട്, മരണത്തിനപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കാത്തവരെ ആയത്തിന്റെ ബാക്കി കേട്ടോ. കല്ലാ ഇദാ ബലഗത്തിത്തറാക്കിയ, വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും മരണത്തിനപ്പുറത്തില്ലെന്നു ധരിച്ചവരെ, നിങ്ങൾക്ക് മനസ്സിലാകും അത് സത്യമാണെന്നെപ്പോൾ. കല്ലാ ഇദാ ബലഗത്തിത്തറാക്കിയ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരിക്കുന്നതുവരെ മരുന്നുമായി നീട്ടിയ കൈകൾ, മരിക്കുന്നതുവരെ ദാഹജലം തരാൻ നീണ്ട കൈകൾ പിൻവലിയുകയാണ്. ആശ്വാസത്തിന്റെ വാക്കുകൾ ചെവിയിൽ കേൾക്കാതിരിക്കുകയാണ്. തലോടുന്ന സ്പർശനങ്ങൾക്ക് അനുഭവമില്ലാതാവുകയാണ്. അതാ അഗാധതയിൽ നിന്നും ഒരു ചോദ്യം, ആരും കേൾക്കാത്ത ചോദ്യം. ദുനിയാവകലുമ്പോൾ, പരലോകം അടുത്തു വരുമ്പോൾ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ചോദ്യം. വക്കീലമൻ റാഖ്, ആശ്വസിപ്പിക്കാൻ ആരാണുള്ളത്? ഈ വേദനകൾക്ക് തണലേകുവാൻ, ഈ വേദനകളിൽ ഒന്നൂതുവാൻ ഏതു ചുണ്ടുകൾ കാണാവുക, ആർക്കാണാവുക? സഹോദരങ്ങളെ, ആ തിരിച്ചറിവ് പുതിയ അനുഭവത്തിന്റെ ലോകമാണ്. മരണത്തിരിപ്പുറത്ത് കാണാത്തത് കാണാൻ തുടങ്ങുകയാണ്. പക്ഷേ സമയം അവസാനിച്ചിരിക്കുന്നു. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, രക്ഷിതാവിങ്കലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. കാൽകളില്ലാതെ, വാഹനങ്ങളില്ലാതെ, നിമിത്തങ്ങളില്ലാതെ യാത്രയതാ മലക്കുകളിലൂടെ പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു. സഹോദരങ്ങളെ, മനസ്സിലാക്കാൻ മറന്നുപോണ്ട. പരലോകത്ത് വന്ന് ജീവിതത്തിന്റെ എല്ലാ പച്ച യാഥാർത്ഥ്യങ്ങളും കണ്ടവർ പരലോകത്ത് വെച്ച് പറയുന്ന വാക്കിതാ കേട്ടോ. വല്ല സംശയവും മനസ്സിലുണ്ടെങ്കിൽ നീക്കിക്കോ. റബ്ബനാ അമത്തനത്നതൈൻ വഅഹ്യൈതനത്നതൈൻ, റബ്ബേ 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ, 2 മരണം ഞങ്ങൾക്കു നീ തന്നുവല്ലോ, 2 ജീവിതം ഞങ്ങൾക്കു നീ തന്നുവല്ലോ. സഹോദരങ്ങളെ, ഏതാണ് 2 മരണം? ഏതാണ് 2 മരണം? ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കവേ
ആത്മാവിനെ ഊതുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശവമായിരുന്നു, മയ്യത്തായിരുന്നു, ജഡമായിരുന്നു. മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഏതു നിമിഷമാണോ ആത്മാവിനെ എനിക്കു ലഭിച്ചത്, ആ നിമിഷം വരെ ഞാൻ ജീവനില്ലാത്ത ശവമായിരുന്നു, മയ്യത്തായിരുന്നു. ആത്മാവ് വന്നു ജീവന്റെ തുടിപ്പാരംഭിച്ച നിമിഷം മുതൽ ഒരു പുതിയ ജന്മം തുടങ്ങുകയാണ്. ഒരു മരണവും കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് വന്നവരാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, ഇനിയുമുണ്ടൊരു മരണം, താടി കെട്ടിക്കിടക്കുന്ന മരണം, പെരുവിരലുകൾ അകലുമ്പോൾ കാലുകൾ ഒന്നിച്ചു നിർത്താൻ തുണിക്കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടിക്കിടത്തുന്ന മരണം. അതിനപ്പുറത്താണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്. അവിടേക്കു നമ്മളെത്തും. ഗർഭപാത്രത്തിന് പുറത്തെത്തിയതുപോലെ ഭൂമിയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറും. ഉറക്കത്തിലെ പോലെ പുതിയ കാഴ്ചകളെ നമ്മൾ കാണും, പുതിയ അനുഭവങ്ങളെ നമ്മൾ കാണും.